അവസരങ്ങൾ എന്ന് പറഞ്ഞ അവസരങ്ങൾ എല്ലാവർക്കും കിട്ടണമെന്നില്ല. പക്ഷെ സ്വയം അവസരങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. എപ്പോഴും എടുത്തു ചാടി ഒരു ഡിസിഷൻ എടുക്കുന്നതിനേക്കാളും നല്ലത് അത് അനലൈസ് ചെയ്ത് നോക്കുക. ഒരു കാര്യം നടന്നതിന് ശേഷം പിന്നെ പരാതിപ്പെട്ടിട്ട് എന്താണ് പ്രയോജനം? ആ പരാതിപ്പെടാനുണ്ടാവുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കുക. തോന്നുന്നത് നമ്മൾ ആർട്ടിസ്റ്റുകളുടെ മനോധർമ്മം അനുസരിച്ച് അവർ അഭിനയിക്കട്ടെ. നമ്മൾ ഒരു സംവിധായിക, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു സംവിധായിക എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒരു ക്യാരക്ടറിന് വെക്കുമ്പോൾ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ അവിടെ ശരിക്കും പറഞ്ഞാൽ സപ്രസ് ആവുകയാണ് ചെയ്യുന്നത്. എല്ലാ മേഖലകളിലും സ്ത്രീകൾക്കും പുരുഷനും തുല്യമായ പ്രാധാന്യം തന്നെ കിട്ടണം. സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ അങ്ങനത്തെ മോണോപ്പൊളിയുടെ ആവശ്യമൊന്നുമില്ല. സ്ത്രീയും നല്ലതാണ്, പുരുഷനും നല്ലതാണ്. ഒന്നിലും നമ്മൾ അന്ധമായി അകപ്പെടരുത്. അതായത് സിനിമ എന്നുള്ളതൊരു പാഷനാണ്. ബട്ട് സിനിമയ്ക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യും എന്നുള്ളതല്ല. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കബളിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് ചെന്ന് നിന്നാൽ നമ്മളെ കബളിപ്പിക്കാൻ പലരും ഉണ്ടാവും. നമ്മൾ ഡൗൺ ടു എർത്ത് ആയിട്ട് നിൽക്കണം, അത് ശരി തന്നെ. എന്നാൽ നമ്മൾ പറയേണ്ട കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പറയണം. ഇതാണ് ഞാൻ, ഇതാണ് ഞാൻ. പ്രശസ്ത അഭിനേത്രിയും സംവിധായികയുമായ പ്രൊഫസർ ശ്രീചിത്ര പ്രദീപാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യ ചിത്രം ഞാൻ കർണൻ, അത് സംവിധാനം ചെയ്തു. ദീർഘകാലമായിട്ട് സിനിമയിൽ ഉണ്ടായിരുന്നു, ഒരു നടിയായിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് സ്വതന്ത്രമായ സംവിധാന രംഗത്തേക്ക് വരുന്നത്. ആ ചിത്രം വിജയകരമായിട്ട് പ്രദർശിപ്പിക്കപ്പെട്ടു. അതിന്റെ രണ്ടാം പാർട്ട് ഇറങ്ങുന്നു. എന്താണ് ആ വിശേഷങ്ങളൊക്കെ പറയും? വിശേഷങ്ങൾ രണ്ടാം ഭാഗത്തെ 2 സോങ്സ്, അതായത് ഒരു റൊമാൻറ്റിക് സോങ്, അങ്ങനെ നമ്മുടെ സിനിമയിൽ അച്ഛനെ കുറിച്ചുള്ള ഒരു അതിമനോഹരമായ ഗാനം മധു ബാലകൃഷ്ണൻ ചേട്ടൻ പാടിയിട്ടുണ്ട്. അതാണ് ആദ്യത്തെ വിശേഷം. രണ്ടാമത്തെ വിശേഷം, രണ്ടാമത്തെ സോങ്, അതിൻ്റെ ഓഡിയോ റിലീസ് ഈ അടുത്തുണ്ടായി. അത് പാടിയിരിക്കുന്നത് പ്രശസ്ത ഗായിക ചിന്മയിയാണ്. അതാണ് കർണനിലെ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയാനുള്ളത്. ചിത്രീകരണം മറ്റു കാര്യങ്ങളൊക്കെ? ചിത്രീകരണം ഞങ്ങൾ ആരംഭിച്ചിട്ടില്ല, ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ്. പ്രാരംഭമായ എല്ലാ പരിപാടികളും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആദ്യത്തെ പാട്ടിന്റെ ഒരു തുടർച്ചയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇതിനൊരു കണ്ടിന്യൂറ്റി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുരാണത്തിന്റെ കഥാപാത്രമാണ് കർണൻ. അതെ. നമ്മുടെ ആധുനിക ജീവിതത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ആ കർണൻ ആ കഥാപാത്രമായിട്ട് താരതമ്യപ്പെടുത്തി പോകുന്നത്? കർണൻ എന്നും ദാനശീലനായിരുന്നല്ലോ, പറയുന്നത് പോലെ തന്നെ ഇതിലെ കർണനും ഏകാഗിയാണ്. അതായത് എല്ലാവരാലും ചുറ്റും ഒരുപാട് മനുഷ്യരുണ്ടെങ്കിലും പല കാര്യങ്ങൾ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും അദ്ദേഹം കുറ്റാരോപിതനാവുകയും സ്ഥാനഭ്രഷ്ടനാവുകയും ഒക്കെ ചെയ്ത് സ്വന്തം ഫാമിലിയിൽ നിന്ന് പോലും ഒരാളും സപ്പോർട്ട് ചെയ്യാനില്ലാതെ ഒറ്റയ്ക്ക് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ഇതിലെ കർണൻ. ആധുനിക കാലഘട്ടത്തിലെ പല കാര്യങ്ങളും ഇതിൽ ഞങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന പല അനാചാരങ്ങളും, സ്വന്തം അമ്മ പോലും കുഞ്ഞിനെ മറന്നുകൊണ്ട് കൊന്നൊടുക്കുകയാണ്. അമ്മ എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാതെ പലപ്പോഴും മക്കളെ ഉപദ്രവിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. ആ സമൂഹത്തിൽ അച്ഛനും അമ്മയും അവനവന്റെ മാത്രം സുഖങ്ങളെ തേടി പോകുന്ന ആ യാത്രയും മക്കളെ മറന്ന് ജീവിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും തന്നെയാണ് ഇതിന്റെ വിഷയം. സമൂഹത്തിന്റെ നേർക്കാഴ്ച എന്ന് പറയുന്നത് നേർക്കാഴ്ച തന്നെയാണ്. അതിന്റെ ആദ്യ പതിപ്പിന്റെ ഒരു വിജയം, അതിന്റെ മേക്കിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? ആദ്യ പതിപ്പിന്റെ വിജയം ഇത് എൻ്റെ ഹൃദയത്തോടടുത്ത ഒരു പടമാണ്. കാരണം എൻ്റെ ഞാൻ സിനിമയിൽ അഭിനയിച്ചെങ്കിലും ഞാൻ സംവിധാനം പഠിച്ചു വന്നതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ ഒരു സംവിധാന സംരംഭമാണല്ലോ. ആ ചേട്ടനും അറിയുന്ന കാര്യമാണ്. പക്ഷെ ഈ സിനിമ എൻ്റെ ഹൃദയത്തോട് എങ്ങനെ അടുത്ത് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു 3-4 വർഷത്തോളമായി അച്ഛനുമായിട്ട് ഈ കാര്യങ്ങൾ, എൻ്റെ അച്ഛനാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ്, ശ്രീ MT അപ്പൻസ്.
അച്ഛനോട് ഈ കഥ ഞങ്ങളിങ്ങനെ തുടർച്ചയായി ഡിസ്കസ് ചെയ്യുമ്പോഴും എനിക്കൊരു ഡെലിക്കസി ഉണ്ടായിരുന്നു. ഞാനിത് എത്രത്തോളം എനിക്ക് സക്സസ്ഫുൾ ആവും, ഒരു സ്ത്രീ സംവിധായികയെ സമൂഹം അത്യധികം, എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യത്തെ ഒരു സംരംഭം ആയതുകൊണ്ടും ഒട്ടേറെ വനിതാ സംവിധായകരുണ്ടെങ്കിലും അവരൊക്കെ വളരെ സക്സസ്ഫുൾ ആയി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ വന്നാൽ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും, ഈ കഥ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു ഡെലിക്കസി ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തോന്നാൻ കാര്യം എന്താ? കാരണം ഞാൻ ആസ് എൻ ആക്ട്രസ് ഞാൻ അന്ന് അഭിനയിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ഗുരുക്കന്മാർ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്ന കഥാപാത്രങ്ങളെ ഉൾക്കൊണ്ട് അഭിനയിച്ചു പോവുക. പക്ഷെ ഒരു സംവിധായിക എന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്വമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും ഒരു കംഫർട്ട് സോണിലേക്ക് കൊണ്ടുപോയി ഈവൻ അവരിലുള്ള എല്ലാവരും കലാകാരന്മാരാണ്, അവരെയുള്ള കലാകാരന്മാരെ മൊത്തം എക്സ്പോസ്, അവരിലുള്ള ബെസ്റ്റ് അവിടെ കൊണ്ടുവരിക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് മുൻപേ തന്നെ എനിക്ക് കുറച്ച് ഗൃഹപാഠം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു 3-4 വർഷമായി ഞാൻ പ്ലാൻ ചെയ്ത് എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കാര്യത്തിന് ഏറ്റവും സപ്പോർട്ടായി നിന്നത്, ഒന്ന് കഥാ പശ്ചാത്തലത്തോടുകൂടെ എൻ്റെ അച്ഛൻ, 2 എൻ്റെ ഹസ്ബൻഡ് ശ്രീ പ്രദീപ് രാജ്, ഇതിൻ്റെ പ്രൊഡ്യൂസർ. ഈ കർണൻ എന്ന് പറയുന്ന സിനിമ ഉദ്ഭവിക്കാൻ തന്നെ കാരണം അദ്ദേഹത്തിന്റെ സപ്പോർട്ടാണ്. അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ഇല്ലാതെ എനിക്കൊന്നും മുന്നോട്ട് കടക്കാൻ പറ്റില്ല. കാരണം ഒരു ഗൃഹനാഥ എന്നുള്ള രീതിയിൽ ഒരു അമ്മ, ഒരു മകൾ, ഒരു സഹോദരി, എല്ലാ രീതിയിലും, അതുപോലെ ഞാനൊരു പ്രൊഫഷണൽ കൂടിയാണ്, ഞാനൊരു അധ്യാപികയാണ്. അപ്പോൾ ആ ഒരു ഡെലിക്കസി ഇതായിരുന്നു, എങ്ങനെ ഉൾക്കൊള്ളും, മറ്റുള്ളവർ ഉൾക്കൊള്ളുമോ. പക്ഷെ ആ ഒരു ഡെലിക്കസിയൊക്കെ ഞാൻ മാറ്റിവെച്ചു. കാരണം ഇവരുടെ അങ്ങേയറ്റത്തെ സപ്പോർട്ട്, നിനക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എൻ്റെ എല്ലാ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതിലേക്ക് ഞാൻ കടന്നു. യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു ഞങ്ങളുടെ റിലീസ് എന്ന് പറഞ്ഞത്. അങ്ങനെ റിലീസ് ചെയ്തു. എല്ലാം ഭംഗിയായി. പ്രേക്ഷക ലക്ഷങ്ങൾ എന്നെ അംഗീകരിച്ചതിനുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് 3.1 മില്യൺ വ്യൂസ് ഞങ്ങൾക്കായി. മാത്രമല്ല ലോകമെമ്പാടുന്നും നല്ല അഭിനന്ദനാർഹമായ കമന്റ്സ് വരുന്നുണ്ട്. അത് മാത്രമല്ല പ്രേക്ഷക ലക്ഷങ്ങൾ തന്നെ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. കർണൻ 1 പെട്ടെന്ന് തന്നെ തീർന്നു പോയത് കൊണ്ട് ഞങ്ങൾക്ക് ഇത്തിരി ഒരു പരിഭവമുണ്ട്. ആ പരിഭവങ്ങളെല്ലാം മാറ്റി നിർത്തി കർണൻ 2 ഞങ്ങൾ കൊണ്ടുവരികയാണ്. പ്രേക്ഷകരുടെ ഒരു ആവശ്യമായിരുന്നു അല്ലേ? പ്രേക്ഷകരുടെ ആവശ്യമായിരുന്നു. മാത്രമല്ല അതിലെ എനിക്ക് ഏറ്റവും വലിയ ചാലഞ്ച് തോന്നിയ ഒരു കാര്യം, സംവിധാനത്തോടൊപ്പം തന്നെ അതിലെ ഒരു ക്യാരക്ടർ, അതായത് ദാക്ഷായണി തങ്കച്ചി, ഉൾക്കാമ്പുള്ള ഒരു അമ്മ കഥാപാത്രമായിരുന്നു അത് ചെയ്യുക എന്നുള്ളതൊരു വലിയ ചാലഞ്ച് തന്നെയായിരുന്നു. ഒട്ടേറെ പേരെ സമീപിച്ചെങ്കിലും, ഇത്രയും പല നായികമാര് സമീപിച്ചെങ്കിലും അവർക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് കുറച്ച് ഡീഗ്ലാമേർഡ് ആയ ക്യാരക്ടറാണ്, വയസ്സായ ഒരു ക്യാരക്ടറാണ്. അത് അങ്ങനെ ചെയ്താൽ നമ്മൾ തുടർച്ചയായി അമ്മ ങ്ങളിൽ മാത്രം ഒതുങ്ങി പോകുമോ എന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ഭയമില്ല. ഏത് ക്യാരക്ടർ ആണെങ്കിലും അഭിനയമാണ്, കലയാണ്. നമ്മളുടെ ഉള്ളിലുള്ള ആ കലാകാരിയെ എത്രത്തോളം നമ്മൾക്ക് പ്രേക്ഷക ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക. പിന്നെ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള പല കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ പറ്റും. കുറെ നാൾ നടിയായിട്ട് സീരിയലായാലും സിനിമയിലായാലും അതിന് ശേഷമാണ് സംവിധാനത്തിലേക്ക് വരുന്നത്. അതെ, ഒരു സംവിധായകമായിട്ട് വരുമ്പോഴെന്താണ് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി നേരിട്ട് എന്തായിരുന്നു? വെല്ലുവിളിയായിട്ട് ഒന്നും നേരിട്ടിട്ടില്ല. ഒരു അഭിനയ തലത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംവിധാനത്തിലേക്ക് പോകുമ്പോൾ പല കാര്യങ്ങളുണ്ട്. ഒരു വലിയൊരു ടീമിനെ നയിക്കുക, അതിലെ ഏതൊരു മേഖലയാണെങ്കിലും അതിൽ പ്രാരംഭമായ ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമുക്ക് ചെയ്തു തീർക്കാൻ. ഒട്ടേറെ വെല്ലുവിളികൾ ഉണ്ടാകും. ഇതൊക്കെ ഞാൻ മുൻകൂട്ടി കണ്ടിരുന്നു, അറിഞ്ഞിരുന്നു. എന്നാലും
ഏറ്റവും വലിയ സപ്പോർട്ടായിട്ട് സ്ക്രിപ്റ്റ് റൈറ്ററും പ്രൊഡ്യൂസറും, കാരണം ഞങ്ങൾ ഒരു പ്രൊഫഷണലിസം അതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. വീട്ടിനകത്ത് ഭർത്താവും അച്ഛനും ഒക്കെ ആണെങ്കിലും സെറ്റിൽ ഡയറക്ടറും പ്രൊഡ്യൂസറും സ്ക്രിപ്റ്റ് റൈറ്ററും എന്നുള്ള ഒരു വർക്കിംഗ് സ്പേസ് എല്ലാവർക്കും കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സംവിധായിക എന്നുള്ള രീതിയിൽ ഒരു എൻ്റെ മാത്രം ഒരു കോൺട്രിബ്യൂഷൻ അല്ലല്ലോ ഒരു സിനിമ എന്ന് പറയുന്നത്, എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ആണ് ഒരു സിനിമ. അപ്പോൾ എല്ലാവർക്കും വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ്, അവർക്ക് എന്നോട് ആധികാരികമായി എന്തിനെ കുറിച്ചും തുറന്ന് സംസാരിക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിരുന്നു. പിന്നെ അത് മാത്രമല്ല നല്ലൊരു ടീം ഫോം ചെയ്തിരുന്നു ഞങ്ങള്. അപ്പോൾ ആ ടീമിലുള്ള എല്ലാവരും വളരെയേറെ സപ്പോർട്ടീവ്, ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. അങ്ങനെ നല്ലൊരു സിനിമ ജനിച്ചു, അതിൽ ഒട്ടേറെ സന്തോഷമുണ്ട്. സിനിമയിലേക്കുള്ള ഒരു വരവ് എങ്ങനെയാണ്? എൻ്റെ അച്ഛൻ സ്ക്രിപ്റ്റ് റൈറ്റർ ആണെന്ന് പറഞ്ഞല്ലോ. സ്ക്രിപ്റ്റ് റൈറ്ററിന് പുറമെ അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. ആ ഒരു പശ്ചാത്തലം ഉണ്ട്. മാത്രമല്ല അച്ഛൻ അന്ന് ഗവൺമെന്റ് സെർവൻ്റ് ആയിരുന്നു. അപ്പം NOC ഒക്കെ എടുത്തിട്ടാണ് അദ്ദേഹം സ്ക്രിപ്റ്റിലും കാര്യങ്ങൾക്കൊക്കെ ശ്രദ്ധിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പല്ലിശ്ശേരി അങ്കിളാണ് എന്തുകൊണ്ട് അഭിനയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഒരു വേഷം കരുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം അന്ന് മധുമോഹൻ സാറിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു. അപ്പോൾ ഒരു വേഷമുണ്ട്, വന്ന് ചെയ്യാൻ ഇഷ്ടമാവോ എന്നൊക്കെ ചോദിച്ചു. അന്ന് ഞാൻ SLC ആ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഒരു വെക്കേഷൻ സമയം ആയതുകൊണ്ട് തന്നെ പഠിത്തത്തിലൊന്നും പ്രശ്നമില്ലാത്ത രീതിയിൽ വന്ന് ചെയ്യാം. അതും ഒരു ചെറിയൊരു വേഷമായിരുന്നു. അതിലൊരു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ടുള്ളൊരു വേഷമായിരുന്നു. ചെറുത് എന്നല്ല, കല എന്നുള്ള, അത് സിനിമയല്ലായിരുന്നു, മധുമോഹൻ സാറിന്റെ ഒരു സീരിയലായിരുന്നു അത്. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് വന്നപ്പോൾ ഒരു 3-4 ദിവസത്തെ വർക്കായിരുന്നു. പക്ഷെ നല്ല അഭിനയ പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ പിന്നെ ആദ്യത്തെ ഒരു അഭിനയ മുഹൂർത്തം കൂടിയായിരുന്നു. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോയി അഭിനയിച്ചു. പിന്നെ സിനിമകൾ ഏതൊക്കെയായിരുന്നു? സിനിമകൾ ഒന്നാമനിലെ പ്രണവ് മോഹൻലാലിന്റെ കൂടെ, അന്ന് ജയഭാരതി ചേച്ചിയും പ്രണവ് മോഹൻലാലിന്റെ കൂടെ ഒരു ക്യാരക്ടർ ചെയ്തു. ഗിഫ്റ്റ് ഓഫ് ഗോഡ്, മദർ തെരേസയുടെ ജീവിത കഥയെ ആസ്പദമാക്കിയുള്ള ഒരു പടമായിരുന്നു ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അതിൽ വർക്ക് ചെയ്തു. പിന്നെ ഫാസിൽ സാറിന്റെ കയ്യെത്തും ദൂരത്ത്, അതിൽ ഫഹദ് ഫാസിലിന്റെ കൂടെ ഒരു ക്യാരക്ടർ ചെയ്തിരുന്നു. അന്ന് ഫഹദിന്റെ ആദ്യത്തെ പടമായിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു, അതിലൊരു ജേർണലിസ്റ്റ് ആയ ഒരു ക്യാരക്ടർ ആയിരുന്നു. അതില് ജനാർദ്ദനൻ ചേട്ടനും നാരായണൻകുട്ടി ചേട്ടന്റെ ഒക്കെ കൂടെ ഉള്ള ഒരു ക്യാരക്ടർ. പിന്നെ ഞാൻ നായികയായി വന്ന സിനിമയാണ് സൗദാമിനി. അതില് ജയകൃഷ്ണൻ ചേട്ടൻ, അതേപോലെ കൃഷ്ണ, അവരുടെ കോമ്പിനേഷൻ ജഗദീഷ് ചേട്ടൻ, അതിലായിരുന്നു ജഗദീഷ് ചേട്ടന്റെ കൂടെ അഭിനയിച്ചത്. അദ്ദേഹത്തിന്റെ ജയകൃഷ്ണൻ ചേട്ടന്റെ വൈഫായിട്ട് അംബാലിക എന്ന് പറയുന്ന ഹീറോയിൻ ആയിരുന്നു. ഫഹദിന്റെയും പ്രണവൊക്കെ ഇപ്പം മലയാളത്തിലെ വളരെ ശ്രദ്ധിക്കപ്പെട്ട താരങ്ങളാണ്, സ്റ്റാറുകളുടെ പദവി നിൽക്കുന്നവരാണ്. അവരുടെ ആദ്യകാല സിനിമയിൽ അഭിനയിക്കാൻ പറ്റി, എല്ലാവർക്കും ഒപ്പം പ്രവർത്തിക്കാൻ പറ്റി. ഒരു സന്തോഷകരമായ കാര്യമാണ്. അത് വളരെയേറെ ഞാൻ അഭിമാനിക്കുന്ന ഒരു കാര്യമാണ്. ആസ് ആൻ ആക്ട്രസ്, ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോഴും എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അതിൽ വൺ ഓഫ് ദി ഡ്രീംസ് എന്ന് എനിക്ക് പറയാം. ഇതുപോലെ ഉള്ള ആർട്ടിസ്റ്റുകളെ വച്ച് പടങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും. പിന്നെ ആസ് എൻ ആക്ട്രസ് ഞാൻ അന്ന് അവരുടെ പ്രണവ് മോഹൻലാൽ ഒരുപാട് ഒരു ചെറിയൊരു 8-9 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അന്നെന്ന് തോന്നുന്നു എനിക്ക് എക്സാക്ട് ഏജ് അറിയില്ല. അപ്പൊ അന്ന് അഭിനയിക്കാനൊക്കെ പറ്റിയതിൽ വളരെയേറെ സന്തോഷം. സംസാരിക്കുക അങ്ങനെ വല്ലതും ഉണ്ടായോ? അന്ന് അപ്പു എന്നാണ് എല്ലാവരും വിളിച്ചോണ്ടിരുന്നത്. അപ്പു അധികം സംസാരിക്കുന്ന ഒരു കുട്ടിയല്ലായിരുന്നു. പക്ഷെ വളരെയേറെ അന്ന് തന്നെ അറിയാം, വളരെയേറെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. മാത്രല്ല പറഞ്ഞു കൊടുക്കുന്ന ആ കാര്യങ്ങൾ അതുപോലെ ചെയ്യുക. പിന്നെ അവൻ ബുക്സ് വായിച്ചിരിക്കുക, ഇതൊക്കെയായിരുന്നു. ഇന്ന് അദ്ദേഹം വലിയൊരു ആർട്ടിസ്റ്റ് ആണ്. അതിലൊക്കെ ഒരുപാട് സന്തോഷം. നല്ല നല്ല പടങ്ങൾ. ആദ്യ സിനിമയായിരുന്നു. അതെ. എങ്ങനെയായിരുന്നു ഫഹദിന്റെ കൂടെയുള്ള ഒരു
വളരെ നല്ലൊരു ആർട്ടിസ്റ്റാണ്, വളരെ ഡെഡിക്കേറ്റഡ്, വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അന്ന് ഞങ്ങൾ ബോട്ടിലായിരുന്നു കഥ പറഞ്ഞു പോകുന്ന ഒരു പശ്ചാത്തലം. അന്ന് എല്ലാവരുമായിട്ടും ഞങ്ങളുമായിട്ടൊക്കെ വളരെയേറെ ഫ്രണ്ട്ലി. ഒരു സംവിധായകന്റെ മകനാണ്, അല്ലെങ്കിൽ ഒരു നായകനാണ്, അങ്ങനത്തെ താരജാടകളൊന്നും ഇല്ലാത്ത വളരെ സാത്വികനായ ഒരു വ്യക്തി. അതെ, ഇന്നത്തെ താരപ്രഭയൊന്നും അന്നില്ലായിരുന്നെങ്കിൽ പോലും അത്രയും നല്ല ബിഹേവിയർ. പിന്നെ പുറത്തൊക്കെ പോയി അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് അഭിനയിക്കുമ്പോഴൊന്നും ഞാൻ പിന്നെ കണ്ടിട്ടില്ല. ആ സിനിമ ഒരു പരാജയപ്പെട്ട സിനിമ പോലെയാണ് ഫഹദിന്റെ വിലയിരുത്തുന്നത്. പിന്നീട് അദ്ദേഹം പോവുകയാണല്ലോ, അതിനുശേഷമാണ് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം വീണ്ടും സിനിമയിലേക്ക് വരുന്നത്. അതെ, അന്നേ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. എനിക്ക് തോന്നുന്നത് നമ്മള് ആർട്ടിസ്റ്റുകളുടെ മനോധർമ്മം അനുസരിച്ച് അവർ അഭിനയിക്കട്ടെ. നമ്മൾ ഒരു സംവിധായിക, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു സംവിധായിക എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒരു ക്യാരക്ടറിന് വെക്കുമ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ അവിടെ ശരിക്കും പറഞ്ഞാൽ സപ്രസ് ആവുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ അവരെ അഭിനയിക്കാൻ വിടുക, അതില് ഡയമെൻഷൻസ് മാത്രം നമ്മൾ നോക്കിയാലോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്താലും മതിയാവും. ഏതൊരു വ്യക്തിക്കും അവന്റെ ഉള്ളിൽ ഒരു അഭിനേതാവ് ഉണ്ട് എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ അവർക്കൊരു വർക്കിംഗ് സ്പേസ് കൊടുക്കുക എന്നുള്ളത്. ഫഹദ് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആക്ടർ ആണ്. അദ്ദേഹത്തെ വെച്ച് പടം ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ ഡ്രീം കം ട്രൂ. അതെ അതെ. ഒരു സ്ത്രീ എന്ന രീതിയിലുള്ളൊരു എന്തൊക്കെ പരിമിതികളിൽ ഉണ്ടായിരുന്നു സംവിധാന രംഗത്തേക്ക് വരുമ്പോൾ? സംവിധാന രംഗത്ത് വരുമ്പം സ്ത്രീ എന്നുള്ള രീതിയിൽ യെസ്, ഒബ്വിയസ്ലി പരിമിതികൾ ഉണ്ടല്ലോ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭാര്യയാണ്, ഒരു അമ്മയാണ്, ഒരു അധ്യാപികയാണ്. ആ ഒരു തലത്തിൽ വെച്ച് നോക്കുമ്പോൾ എനിക്കിതൊന്നും, ഈ കാര്യങ്ങളൊന്നും ഒരു ഡാമേജ് ആകാതെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇതെന്റെ പാഷനാണ്. ബട്ട് ഞാനൊരു പ്രൊഫഷണലിസം കീപ്പപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതായത് ടീച്ചിങ് എൻ്റെ പാഷനാണ്, സിനിമ എൻ്റെ പാഷനാണ്. അതുപോലെ വീടും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. വീടാണ് നമ്മുടെ ആദ്യത്തെ ക്ലാസ് റൂം എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണമായിരുന്നു പോകുന്നത്. പക്ഷേ എവിടെയോ എനിക്ക് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരു റെസ്ട്രിക്ഷൻ എനിക്ക് അനുഭവപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് ഒരു പക്ഷെ എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന മോറൽ സപ്പോർട്ട് കൊണ്ടാവണം. ഒരു സ്ത്രീ എപ്പോഴും ഒരു റെസ്ട്രിക്റ്റഡ് ആവുന്നത് അവൾക്ക് സപ്പോർട്ട് കിട്ടാതിരിക്കുമ്പോഴാണ്. അവളുടെ കഴിവുകളെ അറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഫാമിലി അവൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൾക്ക് മുന്നോട്ട് ഏത് പ്രൊഫഷനിലും വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ നമ്മളുടെ കോൺഫിഡൻസ്, ആ ഒരു കോൺഫിഡൻസ് കീപ്പപ്പ് ചെയ്യുക. തിങ്ക് പോസിറ്റീവ് ആൻഡ് ബി പോസിറ്റീവ്. അത് ഒരു അജണ്ടയായി മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ വെല്ലുവിളികളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ എല്ലാ മേഖലകളിലും ഉള്ളതുപോലെ തന്നെ മേൽക്കോയ്മയില്ലാത്ത ഏത് മേഖലയാണുള്ളത്. പക്ഷെ നമ്മൾക്ക് നമ്മുടെ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാം. നമ്മൾ എയിം ഹൈ and achieve it, try to achieve it through hard work. അല്ലാതെ പറ്റില്ല. പക്ഷെ ആത്മവിശ്വാസവും കുടുംബത്തിന്റെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രം സിനിമയിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ? അവസരങ്ങൾ കിട്ടാതിരിക്കുക, അവസരങ്ങൾ എന്ന് പറഞ്ഞ അവസരങ്ങൾ എല്ലാവർക്കും കിട്ടണമെന്നില്ല. പക്ഷെ സ്വയം അവസരങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഒരു 2003 വരെ ഞാൻ വളരെയേറെ സിനിമയിൽ സജീവമായ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടാവാം, ആൾക്കാർ എനിക്ക് പറ്റിയ ക്യാരക്ടേഴ്സ് ഇല്ലാത്തത് കൊണ്ടാവാം, എന്താണെന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല. കാരണം ഞാൻ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുത്തിരുന്നു ആ സമയത്തും. കാരണം സിനിമ ഒരു പ്രൊഫഷനാക്കി എടുക്കാൻ തക്കോണം ഉള്ള ഒരു മേഖല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് വളരെ ചുരുക്കം ചിലർക്ക് ആ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൂ. അതെന്താണ് കാരണം എന്നുള്ളത് ഞാൻ അനലൈസ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് വേഷങ്ങൾ കിട്ടാതായപ്പോൾ ഞാൻ മറ്റൊരു മേഖലയിലേക്ക് ഞാൻ സ്വിച്ച് ഓൺ ചെയ്തിരുന്നു. അതാണ് ഞാൻ അധ്യാപനത്തിലേക്ക് തിരിഞ്ഞത്. എൻ്റെ അധ്യാപക ജീവിതത്തോടൊപ്പം തന്നെ ഈ ഒരു പാഷൻ നിലനിർത്തി പോവുക എന്നുള്ള
വളരെയേറെ അഭിവാഞ്ച എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സംവിധാനം പഠിച്ചു. സംവിധാനം പഠിച്ചതിന് ശേഷവും ഞാൻ മുംബൈയിലായിരുന്നു. എൻ്റെ അധ്യാപന ജീവിതം എല്ലാം മുംബൈയിലായിരുന്നു. പഠിച്ചതിന് ശേഷം ഞാൻ കുറച്ച് ചെറിയ ചെറിയ വർക്ക്സ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ തികച്ചും എല്ലാവരെയും അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, ഫോട്ടോസ് അയക്കുന്നുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ പലർക്കും, അതായത് പല സംവിധായകർക്കാണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണെങ്കിലും എല്ലാം, പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും നമ്മളെ അപ്രോച്ച് ചെയ്യുക, നമ്മൾക്ക് കിട്ടിയാൽ ഓക്കെ. അവർ വിളിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പരിശ്രമിക്കുക. അതെനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ വേറൊരു മേഖലയിലേക്ക് ഞാൻ ഓൾറെഡി സ്വിച്ച് ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായി ഞാൻ എനിക്ക് ഒരു എമൗണ്ട് എൻ്റെ കയ്യിലുണ്ട്, ഒരു ഹാൻസം സാലറി എനിക്കുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം എനിക്ക് വിഷമം തോന്നിയ ചില കാര്യങ്ങൾ, വളരെയേറെ പരിശ്രമിച്ചതിന് ശേഷവും എന്നെ ആരും വിളിക്കുന്നില്ല. അതിലൊരു ചെറിയ പരിഭവം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പരിഭവിച്ചിരുന്നത് കൊണ്ട് അതിൽ വലിയ മാറ്റങ്ങളൊന്നും വരുന്നുണ്ടായിരുന്നില്ല. വിളിച്ചില്ല, അതിൽ പരാതിയൊന്നുമില്ല. അങ്ങനെ ആലോചിച്ചു എന്താണ് ഇനി മുന്നോട്ട് ചെയ്യാൻ പറ്റുന്നത്. സിനിമയിൽ തുടരണമെങ്കിൽ എൻ്റെ ഒരു മേഖലയിലേക്ക് ഞാൻ മുന്നോട്ട് പോകണോ അതോ എൻ്റെ ഈ പാഷൻ വിടാൻ ഞാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞത്, ചെറിയ മുടക്കിലൂടെ എന്തെങ്കിലും നമുക്കൊന്ന് ചെയ്താലോ എന്നുള്ളൊരു ആലോചന. അതിന് കുറച്ച് വർഷങ്ങൾ എടുത്തു. കാരണം നമ്മുടെ കുറച്ച് സേവിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മളൊരു ചെറിയ പടം ചെയ്യുന്നത്. ഇടയിൽ ഞാനൊരു പടം ചെയ്തിരുന്നു 2019 മൊഹബത്തിൻ കുഞ്ഞബ്ദുള്ള. അത് ഷാനു സമദ് എന്ന് പറയുന്ന ഒരു നവാഗത സംവിധായകനായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പടം, അതെ, ഇന്ദ്രൻ സേട്ടിന്റെ പടം. പക്ഷെ ആദ്യം ഞാൻ ഇന്ദ്രൻ സേട്ടിന്റെ കൂടെ വർഷങ്ങൾക്ക് മുൻപേ ഞാൻ അഭിനയിച്ചൊരു പടമായിരുന്നു മാജിക് ലാമ്പ്. അതിലൊരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നെങ്കിലും അധികമൊന്നും ഇല്ല, ഒരു 3-4 ഡേയ്സിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കാൻ പറ്റി. അതിൽ നല്ലൊരു ക്യാരക്ടർ ഞാൻ ചെയ്തു. അതായിരുന്നു 2019 പടം. പിന്നെ സംവിധാന രംഗത്തേക്ക് ഞാൻ പ്രവേശിക്കാനുണ്ടായ കാരണം, മറ്റുള്ള പടങ്ങളിൽ നിന്നും ആൾക്കാർ വിളിക്കുന്നില്ല. ആസ് എൻ ആക്ട്രസ് ഇന്നും എന്നെ വിളിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും പോയി അഭിനയിക്കും. അഭിനയ സാധ്യതയുള്ള ക്യാരക്ടേഴ്സ് എനിക്ക് വന്നില്ല എന്നുള്ളതാണ് സത്യം. അതെന്താണ് എന്നുള്ളത് ഞാൻ അതിനെ വിശകലനം ചെയ്യാൻ പോയിട്ടില്ല. നമ്മുടെ പരിധിക്കുള്ളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നമുക്ക് ചെയ്യാം. സിനിമയെ പൂർണ്ണമായിട്ട് ആക്രമിക്കുന്ന രീതിയിലാണ് മാധ്യമങ്ങളുടെ ഇടപെടലുകളും പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാടും ഒക്കെ. എന്തുകൊണ്ടായിരിക്കാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ആധികാരികമായി എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം മാധ്യമം എന്ന് പറയുന്നത് തന്നെ സ്കൂപ്പാണ്. ആക്ച്വലി മൊമെന്ററി ന്യൂസ് എല്ലാം വാർത്താമാധ്യമങ്ങളും അവർക്ക് കിട്ടിയ ഒരു ന്യൂസ് അവർ എക്സിബിറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അവരല്ലാതെ ഒരു മേഖലയെ മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ലല്ലോ പറയുന്നത്. ഈ സ്ത്രീകളുടെ എടുത്തുചാട്ടം പോലെ, ഒരാഗ്രഹം കൊണ്ട് പാഷൻ പോലെ സിനിമ ചാടി ഒന്ന് വീണതിന് ശേഷം ഉണ്ടാകുന്നൊരു അബദ്ധമായിട്ടാണ് ഈ പ്രശ്നങ്ങളെ കാണുന്നത്. സൂക്ഷിച്ചിരുന്നെങ്കിൽ ദുഃഖിക്കേണ്ടി വരില്ല എന്നാണോ? സൂക്ഷിച്ചിരുന്നെങ്കിൽ ദുഃഖിക്കേണ്ടി വരില്ല. അത് എല്ലാ കാര്യത്തിലും അങ്ങനെയല്ലേ ചേട്ടാ? സിനിമ മാത്രമല്ല, എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. നമ്മളെപ്പോഴും എടുത്തു ചാടി ഒരു ഡിസിഷൻ എടുക്കുന്നതിനേക്കാളും നല്ലത് അത് അനലൈസ് ചെയ്ത് നോക്കുക. ഒരു കാര്യം നടന്നതിന് ശേഷം പിന്നെ പരാതിപ്പെട്ടിട്ട് എന്താണ് പ്രയോജനം? ആ പരാതിപ്പെടാനുണ്ടാവുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ അതിനെക്കുറിച്ച് നല്ലൊരു എൻക്വയറി നടത്താതെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു എന്ന് കരുതി പോയി അഭിനയിക്കുക എന്നുള്ളതല്ല. അഭിനയിക്കുന്ന സമയത്ത് നമ്മളെ കംഫർട്ട് സോണിൽ ആരൊക്കെ മീൻസ് കൂടെ കമ്പനി ആർക്കൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോവുക, അല്ലെങ്കിൽ അവർ കംഫർട്ടബിൾ ആയിട്ട് പോകാൻ ആരെ കൂടിയാണോ പറ്റുന്ന പോയി വരിക. അങ്ങനെ ആരെയും പിടിച്ച് ബലാത്സംഗം ഒന്നും എവിടെയും ചെയ്യില്ല. നമ്മൾ ശക്തി ആർജിച്ച് നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുക. പിന്നെ അന്ധമായി ഏത് മേഖലയിലും ആരെയും വിശ്വസിച്ചാൽ നമുക്ക് അബദ്ധം പറ്റും. അതിന് ഒരു സിനിമാ മേഖലയിൽ പോകണമെന്നൊന്നുമില്ല. വീട്ടിലിരുന്നാലും ആർക്കും അബദ്ധം പറ്റുന്നത് പറ്റും. ചെറിയ കുട്ടികൾ പോലും നമ്മുടെ വീടുകളിൽ സുരക്ഷിതരല്ലെന്നാ പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. സമൂഹത്തിൽ എവിടെയാണ് ആരാണ് സുരക്ഷിതർ? ആരും സുരക്ഷിതരല്ല. പക്ഷെ
നമ്മൾക്ക് സുരക്ഷ ഉണ്ടാക്കേണ്ടത് നമ്മളാണ്. ആക്ച്വലി വി ഷുഡ് ഹാവ് അവെയർനെസ് ഫോർ അവർ സേഫ്റ്റി. ആദ്യം നമ്മളെ സുരക്ഷിതരാക്കാൻ നോക്കുക. എന്തൊക്കെയാണ് സമൂഹത്തിൽ നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതിനുള്ളൊരു പ്രിക്കോഷൻ എന്താണ് അത് കണ്ടെത്തി നമ്മൾ എടുക്കുക. അല്ലാതെ ആരെയും അന്ധമായി വിശ്വസിച്ച് ആരെങ്കിലും പറയുന്നത് കേട്ട് എല്ലാത്തിലും പോകുന്നതല്ലല്ലോ അതിൻ്റെതായ ശരി. നമ്മൾ അനലൈസ് ചെയ്യുക, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ അതോ പ്രോപ്പർ ആണോ ഇതൊക്കെ അനലൈസ് ചെയ്തിട്ട് പോവുക എന്നുള്ളതാണ്. സിനിമയിൽ നിന്ന് വാർത്തകൾ, ഇപ്പോൾ വരുന്ന വാർത്തകളൊക്കെ എങ്ങനെയാണ് കാണുമ്പോഴും കേൾക്കുമ്പോഴും സിനിമാ പ്രവർത്തക എന്ന രീതിയിൽ നിരാശ തോന്നുന്നുണ്ടോ? കാണാറുണ്ട്. വാർത്തകളെ അതിൻ്റെതായിട്ടുള്ള സെൻസിൽ എടുക്കുക എന്നുള്ളതേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊന്നും എൻ്റെ പരിധിക്കുള്ളിലുള്ള കാര്യങ്ങളല്ല. പിന്നെ കാണുക, സിനിമാ മേഖലയെക്കുറിച്ച് കേൾക്കുമ്പോൾ എസ്പെഷ്യലി ഒരു സംവിധായിക എന്നുള്ള രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ എടുക്കുന്ന കൊച്ചു കൊച്ചു പ്രൊജക്റ്റിൽ നല്ല അവസരങ്ങൾ അഭിനേതാക്കൾക്ക് കൊടുക്കുക. അതായത് സ്ത്രീകളുടെ സുരക്ഷ എനിക്ക് അങ്ങനെ ഉറപ്പാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു സ്ത്രീ സംവിധായിക എന്നുള്ള രീതിയിൽ ഞാനൊരു പടം ചെയ്യുമ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എല്ലാവരും എൻ്റെ സെറ്റിൽ എല്ലാവരും ഹാപ്പി ആയിരുന്നു. നല്ലൊരു ഹാപ്പി എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക. ഒരു ശരിക്കും നമ്മുടെ ഫാമിലിയിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ, അതായത് നമ്മുടെ ഒരു അഭിനയിക്കാൻ വരുന്നു എന്നുള്ളൊരു തോന്നലല്ലാതെ തന്നെ നമ്മുടെ ഒരു ഫാമിലി മേറ്റ്സ് എങ്ങനെയാണോ അങ്ങനെ ട്രീറ്റ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. ഞാൻ എൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് എനിക്ക് അതേ ചെയ്യാൻ പറ്റും. മലയാള സിനിമയിൽ സ്ത്രീകൾക്കൊരു സുരക്ഷിതമായ സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർക്ക് എന്താ സ്വാതന്ത്ര്യത്തോടെ വർക്ക് ചെയ്യാനുള്ള അന്തരീക്ഷം ഉണ്ടെന്ന് തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ അതിന് വേണ്ട എല്ലാ മുൻകരുതലുകളോടുകൂടിയും ആൾക്കാരോട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോഴും നമ്മൾ എന്താണെന്ന് മറ്റുള്ളവർ അറിയണം. നമ്മൾ എല്ലാവരുടെ മുമ്പിലും ഒന്ന് തലകുനിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളായിട്ട് നിൽക്കുക, നമ്മുടെ പേഴ്സണാലിറ്റി എന്താണോ അത് എക്സിബിറ്റ് ചെയ്യുക. ആർക്ക് വേണ്ടിയും നമ്മൾ വിധേയത്വം കാണിക്കണം എന്നുള്ളതല്ല. നമ്മൾ ഡൗൺ ടു എർത്ത് ആയിട്ട് നിൽക്കണം, അത് ശരി തന്നെ. എന്നാൽ നമ്മൾ പറയേണ്ട കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പറയണം. ഇതാണ് ഞാൻ എൻ്റെ അഭിനയ മുഹൂർത്തം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തയ്യാറാണ്. അതായത് നിങ്ങൾ എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ അഭിനയത്തെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അവസരം തരുമെങ്കിൽ അവസരം തരിക. ഇനി അവരുടെ മനോധർമ്മമാണ്, അവരിപ്പം എനിക്ക് തരുന്നില്ല വേഷങ്ങൾ, അതിലെനിക്ക് പരാതിപ്പെടാനോ അല്ലെങ്കിൽ എനിക്ക് ഇതേപോലെ സുരക്ഷ ഉറപ്പ് വരുത്തുക എന്നുള്ളത് പണ്ട് മുതലേ, ഞാൻ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയം മുതലേ സെറ്റുകളിലൊന്നും പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ഞാൻ അനുഭവിച്ചിട്ടില്ല. എല്ലാവരും വളരെയേറെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് ഇടപെടുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ എന്ന് കരുതി ഇപ്പോൾ ഉണ്ടായ സ്ത്രീകളുടെ അനുഭവങ്ങളൊന്നും ഞാൻ അത് വെറും അനുഭവങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാനും എനിക്ക് പറ്റില്ല. കാരണം എന്താണ് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ല. എല്ലാവരെയും പോലെ തന്നെ ഞാൻ ന്യൂസുകളിലൂടെ മാത്രമാണ് ഞാൻ കാണുന്നത്. ഈ അതിജീവിതകളെ ഒന്നും ഞാൻ കണ്ടിട്ടുമില്ല, എനിക്ക് പരിചയമില്ല, അവരെന്താണ് നേരിട്ടത് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഉള്ള ഒരു സോൺ, ഇപ്പൊ എന്റെ പരിധിക്കുള്ളിൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? സ്ത്രീകൾ, അതായത് ഓൾ ഫീമെയിൽ ആർട്ടിസ്റ്റ്, ദേ ആർ വെൽക്കം ടു മൈ സെറ്റ്. അവർക്ക് വരിക, അവർ അഭിനയിക്കുക, അവർക്ക് നല്ല നല്ല അവസരങ്ങൾ കൊടുക്കുക. ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇന്ന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം അതാണ്. വളരെയേറെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെയേറെ ചെറിയൊരു കാര്യമാണ്. കാരണം ഒരു കൊച്ചു സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ എന്തൊക്കെ എന്നെ കൊണ്ട് പറ്റുന്നോ ഞാൻ ചെയ്യും. സിനിമയിൽ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചിട്ടാണ് നമ്മുടെ ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ വരുന്നത്. അതിനെങ്ങനെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും നല്ല കമ്മിറ്റി പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് പൂർണ്ണമായും നമ്മൾ ഉൾക്കൊള്ളുക. ഓരോ സ്ത്രീക്കും സ്വന്തമായി ഒരു പ്രാപ്തി നേടാൻ പറ്റണം. നമ്മുടെ സുരക്ഷ നമ്മൾ ഉറപ്പുവരുത്തണം. പലരും കബളിപ്പിക്കപ്പെടുന്നത് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് തരാമെന്നുള്ള വാഗ്ദാനത്തോടു കൂടെ അവർ പോയിട്ട് എന്ത് വേണമെങ്കിലും കാട്ടിക്കൂട്ട എന്നുള്ള ഒരു മേഖലയല്ല സിനിമ. സിനിമ എന്ന് പറയുന്നത്
ഒരു വലിയ സിനിമ ഇസ് എ ബിഗ് ഫ്രാറ്റേണിറ്റി. ആ ഒരു മേഖല അറിയുക, എന്താണെന്ന് അറിയുക, അതിലുള്ള ആളുകളെ അറിയുക, നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക. എനിക്ക് ഇന്ന് വീഴ്ച ചെയ്യാൻ തയ്യാറുണ്ട്. അല്ലാതെ നമ്മൾ ഇപ്പൊ പല സോഷ്യൽ മീഡിയയിൽ പല കാസ്റ്റിംഗ് സംഭവങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് ഫേക്കാണ്. പക്ഷെ അതും പറയുന്നത് സിനിമയിലേക്ക് അഭിനേതാക്കളെ തിരയുന്നു, ക്ഷണിച്ചുകൊള്ളുന്നു. ഇത് പറയുമ്പോൾ നിങ്ങൾ ഫോട്ടോസ് അയക്കുന്നു, മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് പലതും. പക്ഷെ അത് നമ്മൾ ഒരു പ്രോപ്പർ അനാലിസിസ് ആവശ്യമാണ്. സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. എല്ലാ മേഖലകളിലും സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം എന്ന് തന്നെയാണ് എന്റെയും ആവശ്യം. അതെല്ലാം വെൽക്കം ചെയ്യുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മളും കുറച്ച് ബോധവാന്മാരാകണം. ആരെന്ത് പറഞ്ഞാലും അത് ഉൾക്കൊണ്ട് സിനിമയ്ക്ക് വേണ്ടി എന്തും ചെയ്യുക എന്നുള്ളതല്ല. സിനിമയിൽ എന്താണ് എസെൻഷ്യൽ, അതായത് സിനിമ എന്ന് പറയുന്ന ആ ഫ്രാറ്റേണിറ്റി എന്താണെന്ന് നന്നായി ഉൾക്കൊള്ളണം, പഠിക്കണം. അല്ലാതെ ആര് പറയുന്നത് എന്തും വിശ്വസിച്ചിട്ട് പോവുക എന്നുള്ളത് അത് അബദ്ധമായ കാര്യമാണ്. കാരണം പല ഈ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള സ്കാംസ് ഉണ്ട്. അത് സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയെ ഉൾക്കൊണ്ട് മാത്രമല്ല, എല്ലാത്തിലും സ്കാംസ് ഉണ്ട്. അത് നമ്മൾ അറിയുക. ഇന്നൊരു ബാങ്കിൽ നിന്ന് നമുക്ക് KYC അപ്ഡേഷൻ എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. അതിലും സ്കാം ഉണ്ട്. അത് നമ്മൾ വീട്ടിലിരുന്ന് നമ്മൾ അകപ്പെടുന്ന ഒരു കാര്യമല്ലേ. അപ്പൊ ഒരു മേഖല എന്നല്ല, എല്ലാ മേഖലകളിലും ഉണ്ട്. അത് നമ്മൾ അറിഞ്ഞു ഉൾക്കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. കമ്മിറ്റി ഫോം ചെയ്ത നല്ലൊരു കാര്യമാണ്. ഒരുപാട് സ്ത്രീകൾ വളരെ പരിമിതമായിട്ടാണ് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. അഭിനയത്തിലേക്കാണെങ്കിലും ക്യാമറ, അതായത് സിനിമയുടെ പിന്നാമ്പുറമാണെങ്കിലും വളരെയേറെ കുറവാണ്. പക്ഷെ സ്ത്രീകൾ എല്ലാ മേഖലകളിലും കടന്നു വരണം എന്നുള്ളതാണ്. ഈ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ സർക്കാർ ചെറിയ വീഴ്ച വരുത്തി, കാലതാമസം വരുത്തി എന്നൊക്കെ ആക്ഷേപമുണ്ട്. ശ്രദ്ധിച്ചായിരുന്നു അതൊക്കെ? എല്ലാം ഞാൻ കേട്ടു. പക്ഷെ ഇതൊന്നും എന്റെ പരിധിക്കുള്ളിൽ നിൽക്കുന്ന കാര്യമല്ല. അത് അതിൻ്റെതായ തലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ മേലധികാരികളെല്ലാം ചെയ്യും എന്നാണ് എന്റെ വിശ്വാസം. ഒരു സിനിമയുടെ ശുദ്ധീകരണത്തിനുള്ള സാധ്യത ഒരുക്കിയിട്ടുണ്ടല്ലേ? പിന്നെ തീർച്ചയായിട്ടും. ഇപ്പൊ പഴയകാല നടികളും പുതിയ താരങ്ങളും ഒക്കെ തന്നെ അവരുടെ അനുഭവങ്ങൾ തുറന്നു പറയുന്നുണ്ട്. അതെല്ലാം പോസിറ്റീവായിട്ട് കാണുന്നുണ്ടോ? ശരിയാണ്? അതിനെ കുറിച്ച് എനിക്കറിയില്ല. കാരണം ഓരോരുത്തരും ഓരോരുത്തരുടേതായിട്ടുള്ള അനുഭവങ്ങളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്. എന്റെ പെർസെപ്ഷൻ അല്ല മറ്റൊരാളുടെ. അപ്പൊ അവരുടെ പെർസെപ്ഷനിലുള്ള കാര്യങ്ങൾ അവർ പറയുന്നു, അവരുടെ അനുഭവങ്ങൾ അവർ പറയുന്നു. ഞാനെല്ലാം കേൾക്കാറുണ്ട്. നമ്മൾക്ക് ഉൾക്കൊള്ളാനാവുന്നത് നമ്മൾ ഉൾക്കൊള്ളുക. ഏതൊരു വ്യക്തിയിൽ നിന്നും നമുക്ക് പഠിക്കാൻ നല്ല പാഠങ്ങളുണ്ട്. നല്ല പാഠങ്ങൾ മാത്രം ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ സ്വീകരിക്കുക, നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുക എന്ന് കരുതി നമ്മൾ അവിടെ ചെറുതാവുക വലുതാവുക ഇതൊന്നുമില്ല. നമുക്ക് ഓക്കെ ആണോ അത് നമ്മൾ കേൾക്കണം. വാർത്തകളാണെങ്കിലും നമ്മൾ കേൾക്കണം. പത്രങ്ങൾ, എല്ലാ വിധത്തിലുള്ള വായനാശീലവും നല്ലതാ. എല്ലാം വായിക്കുന്നത് നല്ലതാ, നമ്മൾ ന്യൂസ് കാണുന്നത് നല്ലതാ, എല്ലാം നല്ലതാണ്. പക്ഷെ നമ്മൾക്ക് ഉൾക്കൊള്ളാനാവുന്നത് ഉൾക്കൊള്ളുക, അല്ലാത്തത് വിട്ട് കളയുക. നമ്മൾ അതിൽ അഭിപ്രായം പറയേണ്ടടുത്ത് പറഞ്ഞാൽ പോരെ. നമ്മൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് അത് ചീഞ്ഞു നാറുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കുക. നമ്മളുടെ വളരെ മികച്ച വിദ്യാഭ്യാസമുണ്ട്, സാംസ്കാരികമായ ബോധമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, തുല്യതയുണ്ട്. അങ്ങനെ ഒരുപാട് ജനാധിപത്യ സങ്കല്പങ്ങൾ നമുക്കുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടാണ് നമുക്ക് ഇത്തരം അബദ്ധങ്ങൾ നമ്മുടെ സ്ത്രീകൾ ചാടുന്നത്. സാധാരണക്കാരായ സ്ത്രീകളല്ല. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ത്രീകൾ ഇങ്ങനെ ഈ കെണികളിൽ ചെന്ന് പെട്ടുപോകുന്നത്? ഒരു അധ്യാപികയുടെ കാഴ്ചപ്പാടി പറഞ്ഞാൽ മതി, ഒരു സിനിമാ പ്രവർത്തകം മാറ്റിവെച്ചിട്ട്. അതെ, അധ്യാപികയുടെ കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ ഞാൻ ചേട്ടനോട് പറഞ്ഞല്ലോ, എവ്രി വൺ ഹാസ് എ ബാക്ക്ഗ്രൗണ്ട്. അതെ, ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും നമ്മൾ നേടുന്ന ചിലതുണ്ട്. പലപ്പോഴും ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ വാട്ടെവർ വീടുകളിൽ പോലും പുറത്തു പോലും അവര് സംസാരിക്കുന്നത് വേറൊരു കാഴ്ചപ്പാടിൽ കാണുന്ന ആൾക്കാരാണ് പലരും. ഒരു ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് പലർക്കും അറിയില്ല. അല്ലെങ്കിൽ ഒരു റിലേഷൻ, ഏത് റിലേഷൻ ആണെങ്കിലും
പലർക്കും അറിയില്ല. പിന്നെ നമ്മുടെ അധ്യാപനത്തിൽ തന്നെ ഞാൻ പറഞ്ഞോട്ടെ, പലവരും ഈ നന്നായി പഠിക്കുന്ന മിടുക്കന്മാരായ കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ അധ്യാപകർക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ ക്ലാസ്സിൽ വളരെയേറെ വികൃതിയായ ഒരു കുട്ടിയെ ആ കുട്ടിയുടെ എസെൻഷ്യൽ എന്താണോ എന്ന് അറിയാൻ ആരും തയ്യാറാവില്ല. പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിച്ച് അവർക്ക് ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ സെക്കൻഡ് റാങ്ക് കിട്ടുമ്പോൾ, അന്നത്തെ റാങ്ക് സിസ്റ്റം ആയിരുന്നു, ഇന്ന് ഫസ്റ്റ് ക്ലാസ് ഫുൾ A+ കിട്ടുക, അതിന്റെ ക്രെഡിറ്റ് വാങ്ങുക എന്നുള്ളതല്ല അധ്യാപനം. ഒരു കുട്ടിയെ അറിയുക, ആ കുട്ടിയുടെ ഹൃദയത്തെ തൊട്ട് അറിയാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാവണം. അതായത് ഇപ്പം ഞാനൊരു അമ്മയാണ്, എനിക്കൊരു മകളല്ല, അതായത് ഞാൻ പഠിപ്പിച്ച എൻ്റെ എല്ലാ കുഞ്ഞുങ്ങളും, എല്ലാ കുട്ടികൾക്കും അമ്മയായിരുന്നു ഞാൻ. അത് ഞാൻ എന്നല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ പ്രതിപാദിച്ചൊരു കാര്യമാണ്. ഞാൻ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റായി വർക്ക് ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യം അതാണ്, എല്ലാ കുട്ടികളെയും ഒരേ കണ്ണിലൂടെ കാണുക. ഒരു കുട്ടി ക്ലാസ്സിൽ വികൃതി കാണിക്കുമ്പോൾ ആ കുട്ടിയെ, ഒരു ക്ലാസ്സിൽ 60 or 70 കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടിയെ മാത്രം നിങ്ങൾ എന്തിന് ഇൻസൾട്ട് ചെയ്യണം? ആ കുട്ടിയെ മാറ്റി നിർത്തി ടീച്ചിങ് ഇസ് മെന്ററിങ്. ആ കുട്ടിയെ വിളിച്ച് ഇരുത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള പേഷ്യൻസ് ഇല്ലാതെ അധ്യാപനത്തിൽ കടന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. അതേപോലെ ബാക്ക്ഗ്രൗണ്ട്, അച്ഛനമ്മമാര് പകർന്നു തരുന്ന പല കാര്യങ്ങളും. ഇപ്പോൾ നമുക്കൊരു ഷോർട്ട് ടെമ്പേർഡ് ആണ് നമ്മൾ, ഒരു ബേസിക് നേച്ചർ ഷോർട്ട് ടെമ്പേർഡ് ആണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ അച്ഛനും അമ്മയും അത് പറഞ്ഞു തരും, നിന്റെ ദേഷ്യം നിയന്ത്രിക്കണം, അല്ലെങ്കിൽ നിന്റെ സ്വഭാവത്തിൽ ഇങ്ങനെ ഒരു വൈകൃതം ഉണ്ട്. അത് വൈകൃതം തന്നെയാണ് ഷോർട്ട് ടെമ്പേർഡ് ആവുന്നത്. അത് നമ്മൾ പലരും ഉൾക്കൊള്ളില്ല. ഉൾക്കൊള്ളുന്നതിന് പകരം അത് ഒന്നും കൂടെ എക്സിബിറ്റ് ചെയ്യാൻ നോക്കും, അതായത് ഒരു ഷൈൻ ചെയ്യാൻ നോക്കും. ഇതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കബളിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് ചെന്ന് നിന്നാൽ നമ്മളെ കബളിപ്പിക്കാൻ പലരും ഉണ്ടാവും. അതിൽ നിന്നും എങ്ങനെ കരകയറാം എന്നുള്ളത് നമുക്ക് ഇൻട്രിൻസിക് ആയിട്ട് നമ്മൾ ശീലിക്കേണ്ട ഒരു കാര്യമാണ്. അത് എല്ലാവരിലും ഉണ്ട്. പക്ഷേ ചില സാങ്കേതികമായിട്ടുള്ള വശങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ എല്ലാ പ്രശ്നങ്ങളും വരുന്നത് ഒന്നിലും നമ്മൾ അന്ധമായി അകപ്പെടരുത്. അതായത് സിനിമ എന്നുള്ളതൊരു പാഷനാണ്, ബട്ട് സിനിമയ്ക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യും എന്നുള്ളതല്ല. സിനിമ ഒരു കലയാണ്, ഒരു അഭിനയ കലയാണ്. അതിനെ ഉൾക്കൊള്ളുക, അതിനെ ഉൾക്കൊണ്ട് അറിഞ്ഞ് അഭിനയിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അമിത സ്വാതന്ത്ര്യം വീടുകളിൽ നിന്നും പലപ്പോഴും കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. ഇപ്പം തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗം, സ്ക്രീൻ ടൈം, അത് എത്ര കുറയ്ക്കുന്നു അത്രയും നല്ലതാണ്. പണ്ടൊക്കെ ലൈബ്രറിയിൽ പോയി ഇരുന്ന് വായിക്കുക എന്നുള്ള ഒരു കാര്യം, അതൊരു ഇഷ്ടമായിരുന്നു. എനിക്കിഷ്ടമായിരുന്നു ബുക്സ് വായിക്കാൻ. അത് ഇപ്പം ഞാൻ കാണുന്നില്ല. ഇന്നത്തെ തലമുറയിൽ കാണാത്ത ഒരു കാര്യമാണ്. ലൈബ്രറിയിൽ പോകുന്നില്ല, പക്ഷെ നിങ്ങളൊരു റൂമിൽ 4 കോണിൽ ഇരുന്ന് അച്ഛനായാലും അമ്മയായാലും മക്കളായാലും വാട്സപ്പ് നോക്കുന്നുണ്ട്, അതിന് സമയമുണ്ട്. നമ്മൾ സാമൂഹികമായ പല കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ ഇതിൽ നിന്നെല്ലാം മാറി ചിന്തിക്കാൻ പറ്റും. പല വിധത്തിലുള്ള പ്രതിബദ്ധതകൾ നേരിടുമെങ്കിലും അതിന് ആത്മവിശ്വാസത്തോടെ നേരിട്ട് അതിജീവിക്കാനും പറ്റും. കബളിപ്പിക്കപ്പെടാൻ നമ്മൾ നിന്നു കൊടുക്കാതിരിക്കുക, അതേ ഉള്ളൂ. ഒന്നിനെയും അമിതമായി വിശ്വസിക്കാതിരിക്കുക. ഇന്നത്തെ കാലം എല്ലാം അഡൾട്രേഷൻ ആണ്. ഇന്ന് വിശ്വസിച്ച് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പോലും പറ്റില്ല. എല്ലാവരും ഡയറ്റൊക്കെ ഫോളോ ചെയ്യാനൊക്കെ പറയും, പക്ഷെ എന്താണ് നമുക്ക് ഇന്ന് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നത്? അഡൾട്രേഷൻ. അപ്പൊ എത്രയേറെ എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും നമ്മൾക്ക് ആക്ച്വലി കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട്. അത് നമ്മുടെ കൺട്രോളിലുള്ളതല്ല. അത് നമ്മൾ മാറ്റി വെക്കുക. നമ്മൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് മാത്രം ചെയ്യുക. ഒരു 80% സ്ത്രീകളുടെ സുരക്ഷ സ്ത്രീകളുടെ കയ്യിൽ തന്നെയാണ്. പിന്നെ സമൂഹത്തിൽ നടക്കുന്ന അനാചാരങ്ങൾ അത് എത്ര തന്നെയാണെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. കാരണം നിയമം അങ്ങനെയാണ്.
നമ്മുടെ ഈ WCC വന്നല്ലോ, സ്ത്രീകളുടെ കൂട്ടായ്മ, അതിന് ശേഷമാണ് ഈ മാറ്റങ്ങളൊക്കെ വന്നത്. അതിനൊക്കെ പോസിറ്റീവായിട്ടല്ലേ കാണുന്നത്? തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടാണ് കാണുന്നത്. സ്ത്രീകൾക്കിടയിൽ ഒരു സിനിമാ മേഖല ഒരു കൂട്ടായ്മ ഉണ്ടായത് നല്ല കാര്യം തന്നെയാണ്. എല്ലാ സംഘടനകളും നല്ലത് തന്നെയാണ്. അതിൽ കഴിവുള്ളവരെ കൊണ്ടുവരിക മുന്നോട്ട്, അതായത് നല്ല നല്ല രീതിയിൽ കഴിവുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഞാൻ. അതായത് നല്ല 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 രീതിയിൽ അവർക്ക് എല്ലാത്തിനെ കുറിച്ചും അവബോധം ഉണ്ടാവണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സംഘടനയുടെ തലപ്പത്ത് സ്ത്രീകൾ വരണമെന്നൊരു നിർദ്ദേശമുണ്ടോ? എല്ലാ മേഖലകളിലും സ്ത്രീകൾക്കും പുരുഷനും തുല്യമായ പ്രാധാന്യം തന്നെ കിട്ടണം. സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ അങ്ങനത്തെ മോണോപ്പൊളിയുടെ ആവശ്യമൊന്നുമില്ല. സ്ത്രീയും നല്ലതാണ്, പുരുഷനും നല്ലതാണ്. ഇതിനൊക്കെ മറ്റൊരു ലിംഗം കൂടി ഉണ്ട്, ട്രാൻസ്ജെൻഡർ. അതെ, അവർക്ക് അർഹിക്കുന്ന പരിഗണന പലപ്പോഴും കിട്ടാതെ പോകുന്നില്ലേ? പരിഗണന നേരത്തെ കിട്ടാതെ പോയിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു തലം വരെ അവർക്ക് പരിഗണന. പോളിസിയൊക്കെ സംസ്ഥാന സർക്കാരിന് അങ്ങനെ ഒരു ട്രാൻസ്ജെൻഡർ പോളിസിയൊക്കെ ഉണ്ടല്ലോ. അതെ, ആ ഒരു രീതിയിൽ കിട്ടുന്നുണ്ട് ഇപ്പം. അതായത് റിയാലിറ്റി ഷോസിൽ പോലും അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അവർ മുന്നോട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ മുന്നോട്ട് വരണം. സമൂഹത്തിൽ അവർക്കും നല്ലൊരു എല്ലാ മേഖലകളിലും അവർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റണം തന്നെയാണ് എന്റെയും ആഗ്രഹം. പിന്നെ സ്ത്രീ എന്നോ പുരുഷൻ എന്നോ എനിക്ക് വ്യത്യാസമില്ല. സ്ത്രീ വന്നാലും ശരി, പുരുഷൻ വന്നാലും ശരി, നീതിബോധത്തോടെ പെരുമാറുക, നീതി നടപ്പിലാക്കുക, ഇത്രയേ ഉള്ളൂ. നീതിബോധമുള്ള മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ കുറഞ്ഞു വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കുറഞ്ഞു വരുത്തുണ്ട്. നീതിബോധം, സ്നേഹം, ആത്മാർത്ഥത, സ്നേഹം, ആത്മാർത്ഥത, സത്യസന്ധത, ഇത് മൂന്നും വളരെ കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. ഏത് കാര്യത്തിലും നമ്മൾ ഒരു ഉദാഹരണത്തിന് ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മുടെ 100% അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നോക്കണം എന്നല്ല, ചെയ്യണം. ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ, ഇത് രണ്ടും കുറഞ്ഞു വരുന്നുണ്ട്. അതായത് ശമ്പളം കിട്ടാൻ വേണ്ടി മാത്രം ജോലി ചെയ്യുക എന്നുള്ളൊരു പ്രവണത ഇപ്പം ഞാൻ കാണുന്നുണ്ട്. ആത്മാർത്ഥത എന്ന് പറയുന്നത് കാണാനില്ല. സത്യസന്ധത, ഞാൻ സത്യസന്ധമായ ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്താലേ അത് നന്നായി വരൂ എന്നുള്ള ആ ഒരു ചിന്തയൊന്നും ഇല്ലാതെ ഓക്കെ എനിക്ക് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഹാർഡ് വർക്കേഴ്സ് ഇപ്പൊ കുറവാണ്, അല്ല സ്മാർട്ട് വർക്കേഴ്സ് ആണ്. ബട്ട് സ്മാർട്ട് വർക്കിംഗ് നല്ലതാണ്, ഒരു തലം വരെ നല്ലതാണ്. പക്ഷേ സ്മാർട്ട് വർക്കിംഗ് കൊണ്ട് ആർക്കും ഒരു എന്താ പറയുക, ഇഫക്റ്റീവായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അത് ചെയ്തിട്ട് എന്താ കാര്യം? അതായത് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിലും അതിനൊരു 100% പെർഫെക്ഷൻ കൊടുക്കണമെന്നുണ്ട്. പെർഫെക്ഷൻ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മളത് പഠിച്ച് അതിന് പെർഫെക്ഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷെ ഒന്നും ശ്രമിക്കാതെ എല്ലാം ഒരു ഈസി ഗോയിങ് ആയി കണ്ടു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാം ഈസി ആയി കിട്ടുന്നതിൻ്റെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാണാനും ഉണ്ട്. പണ്ടൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓണത്തിനോ അല്ലെങ്കിൽ വിഷുവിനോ അല്ലെങ്കിൽ മറ്റേത് ആഘോഷങ്ങൾക്കോ ഒക്കെ ആയിരുന്നു ഒരു എന്താ പറയുക, കുറച്ച് ഗിഫ്റ്റ്സ് ആണെങ്കിലും കാര്യങ്ങളും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇന്ന് SSC പാസ്സായ ഒരു കൊച്ചിന് പോലും ഗിഫ്റ്റ് ചെയ്യുന്നത് മൊബൈൽ ഫോണാണ്. ആ കുട്ടി ഒരു പുസ്തകം ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ ആരും തയ്യാറാവില്ല. ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഒരു ബൈക്ക് അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ്. പക്ഷെ ഇതൊക്കെ ടെക്നോളജി വളരെ അഡ്വാൻസ്ഡ് ആയി നിൽക്കുന്ന ഈ സ്റ്റേജ് ഒക്കെ നല്ലതാ. പക്ഷെ അത്ര തന്നെ കോംപ്ലക്സിറ്റീസും ഉണ്ട്. ഇത് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്, പല രീതിയിലും ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം നമ്മളൊരു പാരന്റിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഒരു തലത്തിലും നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കുക. ഇതിനോട് പാഷനുള്ള ഇപ്പൊ കുട്ടികൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ലേ? സ്ത്രീകളുടെ പറഞ്ഞു, എത്രയോ കുട്ടികൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. അതിനുള്ള റീസൺ എന്താ വെച്ചാൽ പ്രോപ്പർ എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കണം. എല്ലാത്തിനെ കുറിച്ചുള്ള ഒരു അവബോധം, അത് പാരന്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സ്കൂളുകളിലും ഇത് ഒരു ടീച്ചറിന്റെ കടമയാണ് ഒരു കുട്ടിയെ മനസ്സറിഞ്ഞ് പഠിപ്പിക്കുക. ഏത് വിഷയത്തിലാണെങ്കിലും, ഐച്ഛിക വിഷയം മാത്രമല്ല, എല്ലാ വിഷയത്തിലും ഒരു അവബോധം ഉണ്ടാക്കുക. അല്ലാതെ നമ്മളൊരു ശരിക്കും ഒരു സമ്മേറ്റീവ് അസസ്മെന്റിന് മാത്രം പഠിപ്പിച്ചു പോരുന്ന ആ പ്രവണത നിർത്തണമെന്നാണ് എൻ്റെ. നമ്മുടെ കരിക്കുലത്തിന്റെയും പാഠ്യപദ്ധതിയുടെ പരിമിതിയാണ്.
പിന്നെ അധ്യാപകരുടെ പഴയ ഒരു അധ്യാപകരല്ലല്ലോ ഇപ്പൊ. ആധുനികരായ സ്കൂൾ സംവിധാനങ്ങളും സിസ്റ്റങ്ങളൊക്കെ മാറി. എല്ലാ അധ്യാപകരും അങ്ങനെയല്ല, ഒരുപാട് പേരുണ്ട്. അവര് വളരെയേറെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പോരാൻ ക്ലാസ് റൂമിൽ ശ്രമിക്കുന്നുണ്ട്. അതായത് ലൈവ് ക്ലാസ് റൂംസ് ഒക്കെ ഉണ്ട്, പക്ഷെ അവര് ഐഡന്റിഫൈഡ് ആവുന്നില്ല. അവര് എന്തുകൊണ്ടോ അവർ ഐഡന്റിഫൈഡ് ആവുന്നില്ല. അങ്ങനെയുള്ള അധ്യാപകരെ കണ്ടെത്തി അങ്ങനെയുള്ള അധ്യാപകർക്ക് മറ്റുള്ള അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാവണം. പിന്നെ ഇന്നൊക്കെ വളരെയേറെ ആധുനിക സ്മാർട്ട് ക്ലാസ് റൂമിൽ ഒരുപാട് സാങ്കേതിക മികവ് ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ എന്തുകൊണ്ടോ അതൊന്നും നമ്മുടെ തലമുറയിൽ കാണാൻ സാധിക്കുന്നില്ല. ഒരു പരിധി വരെ ഉണ്ട്, പക്ഷെ ടെക്നോളജിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ഒരു തലമുറയാണ് കാണുന്നത്. അതായത് ലൈബ്രറി എന്നുള്ള കോൺസെപ്റ്റ് പാടെ മാഞ്ഞു എന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ കുട്ടികൾ എപ്പോഴും നമ്മളെ കണ്ടിട്ടാണ് പഠിക്കുന്നത്. തീർച്ചയായും നമ്മള് കുട്ടികളുടെ മുമ്പിൽ നിന്ന് പുസ്തകം വായിച്ചാൽ മാത്രമേ അത് മാതൃക കുട്ടികൾ പുസ്തകം വായിക്കും. പിന്നെ നമ്മളെപ്പോഴും മൊബൈലിൽ നോക്കിയാൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ തന്നെ, അല്ലെങ്കിൽ കുട്ടികൾ ഇൻ ദ സെൻസ് ഒരു കുട്ടിയും ഏറ്റെടുത്ത് വായിക്കാൻ തയ്യാറാവില്ല. അവരിൽ നമ്മൾ ഇൻകൾക്കേറ്റ് ചെയ്യണം, അതേ ഉള്ളൂ അതിനുള്ളൊരു മാർഗം. അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെറിയ ചെറിയ ടോപ്പിക്സ് എടുത്ത് അവരോട് അതിനെക്കുറിച്ച് സംസാരിക്കാനൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പല കാര്യങ്ങളും അവർ സംസാരിക്കാൻ ശേഷിയുള്ളവരാണ് ഇന്നത്തെ തലമുറ. സംസാരിക്കാൻ വളരെയേറെ വാക്ചാതുര്യമുള്ള തലമുറ തന്നെയാണ്. പക്ഷെ എവിടെയോ അവർ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുന്നത് നമ്മളാരും അതിന് ശ്രമിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ്. ഗ്രൂപ്പ് ഡിസ്കഷൻ, അതായത് ഒരു കമ്പനിയിൽ നമ്മളൊരു ജോലി ഉദ്ദേശത്തോടെ പോവുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ തന്നെ അറിയാം ആ കാൻഡിഡേറ്റ് ഇസ് വെദർ എലിജിബിൾ ഓർ നോട്ട് ഫോർ ദ ജോബ്. അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്രതിപാദിക്കാൻ നോക്കുമ്പോൾ നമ്മൾ വളരെയേറെ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു സാഹചര്യം അവിടെ വരുമ്പോൾ തന്നെ അറിയാം. അതായത് ഈ കുട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പല സ്ഥലത്തും അവനോ അവളോ എന്താണ് പറയേണ്ടത് എന്ന് മനസ്സിലാവാതെ ഇരിക്കുന്നത് കാണാം. ഇതൊക്കെ വായനാശീലം ഇല്ലാത്തതിന്റെ ഒരു പരിമിതിയാണ്. നമ്മുടെ രണ്ടാം ഭാഗം വരുന്നു കർണന്റെ. അതെ, അതിന്റെ വിശേഷങ്ങളായിട്ട് ഏറ്റവും പുതിയതായിട്ട് പറയാൻ എന്ന് ചിത്രീകരണം തുടങ്ങുന്നു എന്നാണ് അതിന്റെ ഒരു റിലീസ് മനസ്സിൽ കാണുന്നത്. ഓണത്തിന് ശേഷത്തിന്റെ ചിത്രീകരണം തുടങ്ങാനാണ് ഞങ്ങളുടെ തീരുമാനം. എല്ലാം കമ്പൈൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ക്രിപ്റ്റ് റൈറ്ററും പ്രൊഡ്യൂസറും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഓൾറെഡി അതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. പിന്നെ കാസ്റ്റിംഗ് പുതിയ കുറച്ച് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിലും നമ്മളെ സിനിമയിലേക്ക് പുതിയ കുറച്ച് കഥാപാത്രങ്ങൾ വളരെയേറെ പ്രശസ്തരായ വ്യക്തികളെ ഞങ്ങൾ അണിനിരത്തിക്കൊണ്ട് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലാണ്. ഞങ്ങൾ അവരുമായിട്ട് പ്രാരംഭ ചർച്ചയൊക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ എല്ലാവർക്കും പല പല പ്രൊജക്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവരുടെ ഡേറ്റ്സ് ഒക്കെ നോക്കേണ്ടത് ഒരു കാര്യമാണ്. ഞങ്ങളുടെ ലൊക്കേഷൻ ഹണ്ടും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു, ഏകദേശം എല്ലാം കഴിഞ്ഞു. കൊച്ചിയും പരിസര പ്രദേശങ്ങളിലുമായിട്ട് തന്നെയാണ് ഷൂട്ടിങ്. പിന്നെ ഏതായാലും പാട്ടുകളൊക്കെ ഓൾറെഡി ഞങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പാട്ടുകൾ രണ്ടും റിലീസായിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ, അതായത് ശ്രീയ ക്രിയേഷൻ യൂട്യൂബ് ചാനലിലൂടെ പാട്ട് കേൾക്കാൻ പറ്റും. വളരെയേറെ ഇമ്പമാർന്ന ഗാനങ്ങളാണ് ഉള്ളത്. എന്തായാലും വളരെ സന്തോഷം. കർണന്റെ രണ്ടാം ഭാഗം മനോഹരമായിട്ട് ചിത്രീകരിച്ച് പ്രേക്ഷകരിലേക്ക് എത്തട്ടെ. പുതിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ. ഒരു നല്ല മാതൃകാ ചലച്ചിത്ര ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. എന്നെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ വിളിച്ച ചാനലിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കും, എസ്പെഷ്യലി സുമേരൻ ചേട്ടൻ, ഞാൻ കർണന്റെ PRO കൂടിയാണ്. സുമേരൻ ചേട്ടനും എൻ്റെ എല്ലാവിധ നന്ദി. താങ്ക് യു സോ മച്ച്.